കാലൻ നിനക്ക് വേണ്ടി കാലിറങ്ങുന്നൊരു നേരമുണ്ട്. അത് രാത്രിയായാലും പകലാണും. കാലന്റെ കാലൊച്ച നമുക്ക് കേൾക്കാൻ പറ്റും. സ്വാമി രാത്രിയാകുമ്പോൾ ഒരു കൊച്ചിന്റെ കരച്ചിൽ കേൾക്കുക. ആ റബ്ബർ മരങ്ങൾക്കപ്പുറത്ത് 2 മണിയാകുമ്പോൾ ഒരു കൊച്ചു ഉറക്കക്കരയാണ്. ഞാൻ കണ്ടുപിടിച്ചു. എന്താണ്? ഇവിടെ പണ്ട് ബ്രാഹ്മണന്മാർ വസിച്ചിരുന്ന സ്ഥലമാണ്. ആ ഹിതമല്ലാത്ത അഹവീതമായ ഗർഭം ഉണ്ടായപ്പോൾ ജീവനോടെ കുഴിച്ചിട്ട് അശ്വത്ഥാമാവ് എഴുതുമ്പോൾ 5000 വർഷം ഞാൻ അശ്വത്ഥാമാവിനോടൊപ്പം യാത്ര ചെയ്യുവാണ്. രമണ മഹർഷി ഇവിടെ ക്യാൻസർ ആയിരുന്നു. രമണ മഹർഷി അവിടെ നിന്ന് ഒരു പുഴു തറയിൽ വീണാൽ ആ പുഴുവിനെ എടുത്ത് വീണ്ടും വയ്ക്കുന്നറിയോ. ആ വേദന അനുഭവിക്കാതെ പോയാൽ അപ്പം നമ്മൾ എല്ലാം അനുഭവിച്ച് അപ്പുറത്തോട്ട് പോകാൻ പറ്റും. അനുഭവിച്ച് തീരാനുള്ളതെല്ലാം. ബോംബെയിൽ നിന്ന് കുറേ ആൾക്കാർ എന്നെ കാണാൻ എന്താണ് അവർക്ക് എന്നെ സ്വാമിയാക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് കുറേ പൈസ ബാങ്കിലിട്ടു. സ്വാമി ദർശനമാണ്. എന്നെ ഇങ്ങനെ ഒരു റൗണ്ടിനകത്ത് ഇരുത്തിയിട്ട് അവരിങ്ങനെ കറങ്ങി വരുമ്പോൾ ഇതിന് ദർശനം കൊടുക്കാൻ ഒരു അമ്പലമാണെങ്കിൽ കഥ വിളച്ചിട്ട് ദർശനം കിട്ടുന്ന സമയം നമ്മുടെ നിയമമുണ്ട്. മനുഷ്യനെ ആര് ദർശിക്കാം? മനുഷ്യനെ ആർക്ക് വേണമെങ്കിലും ദർശിക്കാം. എന്നെ കാണുമ്പോൾ എല്ലാവരും വരും. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യം. മരിച്ചുപോയ 3 തലമുറയ്ക്ക് മുന്നേ ഉള്ള ആളുകളുടെ പേരും നാളും വരെ പറയാൻ കഴിയുന്നത് അതൊരു അത്ഭുതമല്ലേ? പക്ഷെ എന്നെ തന്നെ സ്വയം അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായി. ഇപ്പം നിനക്കൊരു അപകടം സംഭവിക്കാൻ പോവാണ്. ഒരാൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്, ഒരാൾ ഇവിടെ വന്നിട്ട് സംസാരിക്കും. പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഇരിക്കാൻ. ഇല്ല സ്വാമി പോകണം. ഞാൻ പറഞ്ഞു ഈടവും ഇപ്പം എല്ലാവർക്കും അറിയാം. അപ്പോൾ പുള്ളി പറഞ്ഞു ഇറങ്ങിപ്പോയി. അങ്ങോട്ട് ഇറങ്ങി 2 മിനിറ്റ് എൻ്റെ വിളിച്ചു. കാറ് പോയി ചുവരിലിടിച്ച്. ആ സമയത്തിനെ അതിജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ആരും പോവില്ല. ആ സമയമുണ്ട്. ആ സമയം കാലൻ നിനക്ക് വേണ്ടി കാലിറങ്ങുന്നൊരു നേരമുണ്ട്. അത് രാത്രിയായാലും പകലാണും. കാലൻ്റെ കാലൊച്ച നമുക്ക് കേൾക്കാൻ പറ്റും. കാരണം ഇവിടെ മരണം നടക്കാൻ പറ്റുന്നതിന് മുമ്പ് ഇവിടെ ഒരു മരണം സംഭവിക്കാൻ പോവാം. ഇപ്പോൾ ഇത് വെമ്പായമാണ്. ഇവിടെ അപ്പുറത്ത് രാത്രി ഇപ്പോൾ ഇന്നലെ ആൾക്കാരെല്ലാം കൂടെ എൻ്റെ അടുത്തോണ്ട് പറഞ്ഞു സ്വാമി രാത്രിയാകുമ്പോൾ ഒരു കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുകയാണ്. ആ റബ്ബർ മരങ്ങൾക്കപ്പുറത്ത് 2 മണിയാകുമ്പോൾ ഒരു കൊച്ചു ഉറക്കക്കരയാണ്. ഞാൻ കണ്ടുപിടിച്ചു. എന്താണ്? ഇവിടെ പണ്ട് ബ്രാഹ്മണന്മാർ വസിച്ചിരുന്ന സ്ഥലമാണ്. ആ ഹിതമല്ലാത്ത അഹവീതമായ ഗർഭം ഉണ്ടായപ്പോൾ ജീവനോടെ കുഴിച്ചിട്ട് ആ കുട്ടി ഈ മണ്ണിൽ നിന്നും പോകേണ്ട സമയമായി. അപ്പോൾ കരയുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാം കൂടെ പരിഹാരം ചെയ്ത് മോക്ഷപ്രാപ്തി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. പോകുമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. അല്ല എങ്ങനെ വിവരമുള്ളവനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ പറ്റണ കാര്യമാണോ? ഇവിടെ അറിഞ്ഞൂടി. ബുക്കിൽ നിന്ന് കാണാതെ പഠിക്കും, മന്ത്രങ്ങൾ പഠിക്ക്. ഇവിടെ മന്ത്രങ്ങളെ തന്ത്രങ്ങളാക്കി, തന്ത്രങ്ങളെ പണം ഉണ്ടാക്കുന്നവനാക്കി കൊണ്ടുള്ള അവസ്ഥയില്ല. നമുക്ക് പിന്നെ ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കുഴപ്പമില്ല. അറിഞ്ഞുകൂടാത്തവൻ എന്തും പറയാം അല്ലേ? പഠിച്ചവനാണ് ഇതാണ് തെറ്റ് ഇതാണ് ശരി എന്ന് പറയുള്ളൂ. നമുക്കത് വിഷയമില്ല. പക്ഷെ അതെങ്ങനെ സംഭവിക്കും? ഒരു മരിച്ചുപോയ ഒരു കുട്ടി പിന്നീട് കരച്ചിലുമായിട്ട് അതെങ്ങനെ അറിയണം? നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചില്ലേ? നാട്ടുകാരുടെ അടുത്ത് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞു സ്വാമി അവിടെ രാത്രി 2 മണിക്ക് കരയും. അപ്പോൾ എന്തുകൊണ്ട് കരയണം? ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഞാൻ ഉദാഹരണം എന്താണ് പുനരൂർ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. അവർ വിശ്വാസമൊന്നും ഉണ്ടായിട്ടില്ല. ചുമ്മാതെ ഒരാൾ വിളിച്ചു. അപ്പോൾ ഇതാണ് സംഭവിക്കുക. ഒരു മരണത്തിൻ്റെ പിന്നിൽ ഇങ്ങനൊരു കഥ ഉണ്ടാകാം. ഉണ്ടാകാം. അത് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല വിളിക്കുന്നത്. പക്ഷേ അതുകൂടെ നോക്കും. കാരണം എങ്ങനെയാണെങ്കിലും ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു പ്രേതശക്തി ഉണ്ടായാൽ അതിനെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെയാണ്. ഇതൊക്കെ നല്ല ജ്ഞാനം. ഇത് പണ്ട് കാലത്ത് പാമ്പ് കടിയേറ്റാൽ ഒരാൾ പാമ്പ് കടിച്ചാൽ പാമ്പ് കടിച്ചു കൊണ്ടുവരുന്ന തറവാട്ടിലെ തന്ത്രമാന്ത്രങ്ങൾ അറിയാവുന്ന യോഗി ഉണർന്നിരിക്കും. അവൻ മരം നരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കൊണ്ടുവരുമ്പോൾ. ഇപ്പോൾ ഉണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കഥകളൊക്കെ. പാമ്പ് തലതല്ലി ഇണപ്പാമ്പിനെ വളർത്തി തലതല്ലി മരിച്ച ഒരു കഥയുണ്ട്. ഒരു കുടുംബം ചിതറിപ്പോയി. ഒരു പാമ്പ് കടിച്ച് അത് ചത്തു. മറ്റേനെ വളർത്തി വിഷം എടുത്തു. അത് തലതല്ലി മരിക്കും. കൃഷ്ണപുരത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ തറവാടുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്, സത്യമായിട്ടുണ്ട്. നമ്മളീ പറയുന്ന ഏതെങ്കിലും കാര്യം ഇതെല്ലാം വെറുതെയാണ് എന്ന് ഏതെങ്കിലും ദൈവമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാതാപിതാ ഗുരു ദൈവം. മാതാവ് പിതാവ് ഗുരു പിന്നെ ദൈവം എന്നാണ് ഈ നമ്മളെ തത്വം തന്നെ. അങ്ങനെയുള്ള ഒരിടത്ത് ഇതൊന്നും ഇല്ല എന്ന് പറയുന്നാൽ പിതൃത്വമില്ല. ഇതല്ലേ പിതൃശൂന്യത എന്നാണ് പറയുന്നത്. അതും പറയാൻ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവുകൾ എന്ന് പറയുന്നത് ഒരാൾ ബുക്കിൽ എഴുതിച്ചു, ഒരാൾ അനുഭവിച്ചത് എഴുതി വെച്ച് പഠിച്ച് മറ്റൊന്നാവുന്നതല്ല. നിൻ്റെ പൂർവജന്മ സുഹൃതങ്ങളാൽ ഏതെങ്കിലും ലെയറിൽ നിന്ന് നിന്നിലേക്ക് വന്നു ചേരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വന്നു ചേരുന്ന നീ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ നീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അതാണ് പുണ്യം എന്ന് പറയണം അല്ലേ? ഇപ്പോൾ ഞാൻ ഇത്രയും പുസ്തകം, ഞാൻ മഹാഭാരതത്തിൻ്റെ ബേസുള്ള അധർമ്മഭാരതവും 12ാം പകടം ഞാൻ ശൗനിയും അശ്വത്ഥാമാവും ഒക്കെ എഴുതി. അശ്വത്ഥാമാവ് എഴുതുമ്പോൾ 5000 വർഷം ഞാൻ അശ്വത്ഥാമാവിനോടൊപ്പം യാത്ര ചെയ്യുവാണ്. 19 മണിക്കൂർ കൊണ്ടാണ് അത് എഴുതിയത്. ഞാനിവിടെ ഒരു പേനയും പേപ്പറും എടുത്ത് ഞാൻ യുദ്ധം ഇങ്ങനെ കാണുവാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കാതി പറഞ്ഞു തരുന്നത് എന്താണ് അത് എഴുതുകയാണ് ചെയ്യണത്. അല്ലാതെ മഹാഭാരതം വായിക്കാത്ത ഞാൻ എങ്ങനെയാണ് ഈ മഹാഭാരതം ഇത്രയും പേരുകളും ഇത്രയും സംഭവങ്ങളും ഇത്രയും ഇൻസിഡൻറ്റുകളും പറയുന്നത്? ഉടയവൻ വഴി അശ്വത്ഥാമാവ് ഒരു പുസ്തകമുണ്ട്, ഏറ്റവും അവസാനത്തെ പുസ്തകം. ഇപ്പോൾ എഴുതുന്നുണ്ട് 2-3 നോവലൊക്കെ എഴുതുന്നുണ്ട്. അപ്പം അത് മറ്റൊരാളാൽ നമ്മുടെ ചിന്തകളെ അക്ഷരങ്ങളാക്കി മാറ്റുന്ന ഒരു ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നു.
ആ ബോധം പൂർവ്വജന്മത്തിൽ ചെയ്ത ഏതോ സുഹൃത്തത്തിൻ്റെ ഫലമായി നിനക്കുണ്ടായിരുന്ന സമ്പന്നത മുഴുവൻ നിന്നെ വിട്ടുപോയിട്ടും നിനക്കുണ്ടായിരുന്ന നീ ചേർത്ത് പിടിച്ച മനുഷ്യരൊക്കെ നിന്നെ വിട്ടുപോയിട്ടും നിന്നെ ചേർത്ത് പിടിക്കാൻ നിന്റെ പൂർവ്വജന്മത്തിലുണ്ടായിരുന്ന സുഹൃത്തത്തിൻ്റെ ആ ബാക്കി വന്നു ചേർന്നാണ് ഈ അക്ഷരങ്ങൾ. സ്വാമിയുടെ പൂർവ്വജന്മം എന്താണെന്ന് സ്വാമിക്ക് അറിയാമോ? പൂർവ്വജന്മത്തെക്കുറിച്ച് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതങ്ങനെ ഞാനൊരു എപ്പിസോഡ് മറ്റേ DNA പറഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് പൂർവ്വജന്മമൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള, അതുകൊണ്ടിട്ട് ഇങ്ങനെ വന്നത്. നമ്മൾ കോപാകുലനായ ഒരു യോഗിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, ബദരിയിലുള്ള ഒരു വിഷയമാണ്. അത് പല തലമുറ, നമ്മളിപ്പോൾ 7 ജന്മങ്ങളും 7ആണ്, എല്ലാം ഒന്നും പറയാനൊന്നും പറ്റില്ല, മനസ്സിലാക്കിയിട്ടുണ്ടല്ല. ഒരു ഋഷി പരമ്പരയായിരുന്നു. ഋഷി പരമ്പര എന്നുള്ളതല്ല, മനുഷ്യ അത് ഋഷിയിലേക്ക് വന്ന് ഋഷി എന്ന് പറയുന്നതിനകത്ത് ഒരു ബ്രഹ്മം, ഈ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ കണ്ടുപിടിക്കുന്നവരാണ് യഥാർത്ഥ ഋഷി. ഉൽപ്പത്തി മനസ്സിലാക്കുന്നവനും ഉൽപ്പത്തി മനസ്സിലാക്കിക്കൊണ്ട് കാലത്തിൻ്റെ ഹൃദയത്തിലൂടെ കാലത്തിൻ്റെ ഞരമ്പുകളിലൂടെ നടന്നു പോകുന്നവനാണ് ഋഷി. അവൻ മൗനിയാണ്, അവൻ ബുക്ക് എഴുതില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സന്യാസി, ഞാൻ കപട സന്യാസി, ഒരു ആത്മഹത്യ ഉണ്ടാക്കിയത് എനിക്കൊരിക്കലും ഒരു സന്യാസി ആകുമ്പോൾ. കാരണം ഞാൻ പ്രണയവും കാവുമാരവും പിന്നെ ക്രോധവും മോഹങ്ങളും ഒക്കെ കുറിച്ച് എഴുതുന്നവനാണ്. അവനെങ്ങനെ സന്യാസിയാവും? നിശബ്ദതയിൽ മനസ്സിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും നിഗൂഢ രഹസ്യങ്ങളെ ഉള്ളിലാക്കിക്കൊണ്ട് നിനക്കെതിരെ ഒരു കൊടുങ്കാറ്റ് വരുന്നു എന്നറിയുമ്പോൾ ആ കൊടുങ്കാറ്റിൽപ്പെട്ട് മരിക്കാൻ വിധിയുള്ളവനാണ് ഞാൻ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. രമണ മഹർഷി ഇവിടെ ക്യാൻസറായിരുന്നു രമണ മഹർഷിയുടെ. അപ്പോൾ രമണ മഹർഷി മരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരു പുഴു തറയിൽ വീണാൽ ആ പുഴുവിനെ എടുത്ത് വീണ്ടും വയ്ക്കുന്നറിയോ, ആ വേദന അനുഭവിക്കാതെ പോയാൽ എനിക്ക് ഇനിയും ജനിക്കണം. അപ്പം നമ്മൾ എല്ലാം അനുഭവിച്ച് അപ്പുറത്തോട്ട് പോകാൻ പറ്റും. അനുഭവിച്ച് തീരാനുള്ളതെല്ലാം നീ ജന്മത്തിൽ ഒരു പൂജകൾക്കും പൂർണ്ണ പരിഹാരങ്ങളില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സന്യാസിമാരുണ്ട്, അതല്ലെങ്കിൽ ഒരുപാട് സ്വാമിമാർ കടന്നു പോയിട്ടുണ്ട്. ഇപ്പം സത്യസായി ബാബ, അപ്പോൾ അദ്ദേഹം സ്വർണം തുപ്പുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇതുപോലുള്ള കർമ്മങ്ങൾ അനുഭവിച്ച് പോയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സത്യസായി ബാബയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട ഇപ്പോൾ അദ്ദേഹം കാണിച്ച 2 കാര്യങ്ങളുണ്ട്. ഇപ്പം സത്യസായി ബാബ യജ്ഞങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ എടുക്കും, ശിവലിംഗം എടുത്തു കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷെ അദ്ദേഹം ദുരിതപ്പെട്ട് മരിച്ചു. അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്ന സകലരും മരിച്ചു. എങ്ങനെ വിട്ടു? ദുരിതവും ദുഃഖവുമാണ്. ഭസ്മം ഏതൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടോ അവരെല്ലാം, ഇതെൻ്റെ പഠനമാണ്, ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്, ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല, ഒരാൾ പോലും, ആ തലമുറകൾ മുഴുവൻ. പക്ഷേ സത്യസായി ബാബ ട്രസ്റ്റിൻ്റെ അവിടെ ആൾക്കാർക്ക് ഒരുപാട് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് വേറെയാണ്. ഇദ്ദേഹം അവസാനം മലമൂത്ര വിസർജനങ്ങളിൽ കിടന്നു, കൈകാലൊടിഞ്ഞു കിടന്നു. അത് മനുഷ്യൻ്റെ ദുഃഖങ്ങൾ എടുത്തുകൊണ്ടാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ആവാം, പക്ഷെ മനുഷ്യനായിട്ട് കാണണം. ഭക്ഷിക്കുന്നവരും വിസർജിക്കുന്നവരും മനുഷ്യരാണ്, അവർ വെറും മനുഷ്യരാണ്. അവർക്ക് വേണമെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു 2 വർഷത്തിന് മുമ്പ്, അടുത്ത കാലത്ത് 2 വർഷം മുമ്പ് ബോംബെയിൽ നിന്ന് കുറേ ആൾക്കാർ എന്നെ കാണാൻ വന്നു. എന്താണ്? അവർക്ക് എന്നെ സ്വാമിയാക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് കുറേ പൈസ ബാങ്കിലിട്ട് തരും. സ്വാമി പ്രവചനമൊക്കെ പറഞ്ഞാൽ സ്വാമി ദർശനമാണ്. എന്നെ ഇങ്ങനെ ഒരു റൗണ്ടിനകത്ത് ഇരുത്തിയിട്ട് അവരിങ്ങനെ കറങ്ങി വരുമ്പം അവിടെ പൈസ വരും, അത് അവരെടുക്കും. ഞാൻ ഇങ്ങനെ ഇരിക്കണം, എനിക്ക് കുറേ പൈസ ഇട്ട് തരും. എന്തിനാണ്? എന്തൊരു ദർശനം കൊടുക്കാൻ? എന്ത് ദർശനം കൊടുക്കാൻ? ഞാൻ പറഞ്ഞു, ഒരു അമ്പലമാണെങ്കിൽ കഥ വിടച്ചിട്ട് ദർശനം കിട്ടുന്ന സമയം നമ്മളൊരു നിയമമുണ്ട്. മനുഷ്യനെ ആര് ദർശിക്കാം? മനുഷ്യനെ ആർക്ക് വേണമെങ്കിലും ദർശിക്കാം. ഇപ്പം ഞാൻ ഉദാഹരണം, ഞാൻ വെമ്പായത്തോടെ നടന്നു പോകുമ്പോൾ ഇവിടുത്തെ നായ്ക്കളെല്ലാം എൻ്റെ കൂടെ വരും. എന്തുകൊണ്ടാണ്? ഞാനത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്ഭുത സിദ്ധിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും, എല്ലാത്തിൻ്റെ വായിൽ ഓരോ ബിസ്ക്കറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എന്നെ കാണുമ്പോൾ എല്ലാവരും വരും. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. പക്ഷെ മനുഷ്യർ വരുന്നത് സ്വാമി എന്തെങ്കിലും പറയും, അതിൽ നിന്നും എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകും. എന്നോട് സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ വന്ന ദിവസം തന്നെ സ്വാമി എൻ്റെ ചരിത്രമടക്കം, അച്ഛൻ, അമ്മ, അവരുടെ പേര്, നാള്, എൻ്റെ പേര്, നാള്, അങ്ങനെ ചരിത്രം, എനിക്ക് മുന്നേ പോയ അച്ഛനും അപ്പൂപ്പനും മുന്നേ ഉള്ള ആളുകളുടെ പേര് വരെ, അല്ലെങ്കിൽ അവർക്കുണ്ടായ മരണം വരെ സ്വാമി പറഞ്ഞു പോയില്ലേ. അപ്പം നമുക്കുണ്ടാകുന്ന ഒരു അത്ഭുതമുണ്ട്. വീടിനെ കുറിച്ച് പറഞ്ഞു. ആ വീടിനെ കുറിച്ച് പറഞ്ഞത്, ആദ്യം തന്നെ തുടങ്ങുന്നത് ചരിഞ്ഞ പ്രദേശത്താണോ വീട് എന്ന് ചോദിച്ചിട്ടാണ്. അപ്പം തന്നെ നമുക്കൊരു റിലേ പോവും. സ്വാമി പിന്നെ ഇങ്ങനെ അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കില്ല. അതിനു മുമ്പ് സ്വാമി ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അത് തന്നെ ഒരു അത്ഭുതം സംഭവിച്ചാണ്. പൊട്ടത്തല്ല, ചുമ്മാ പറഞ്ഞാണ്. പൊട്ടക്കാമാര് ചെറുക്കനെ ഒരു മാങ്ങ തിന്നണമെന്ന് തോന്നി എറിയുമ്പോൾ വീഴില്ലേ മാങ്ങ, അതുപോലെ പറഞ്ഞു. പക്ഷേ വീടിന്റെ ഇന്ന സൈഡിലൊരു മരം നിൽപ്പുണ്ടോ, അല്ലെങ്കിൽ ഇന്ന സൈഡിലാണോ, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം വരത്തില്ലേ? ഇപ്പൊ എൻ്റെ കൂടെ വന്ന സുഹൃത്തിനോട് തന്നെ ചോദിച്ചു അവന്റെ കാമുകിയെ പറ്റിയും മറ്റു കാര്യങ്ങളെല്ലാം. അപ്പൊ നമുക്കാണെങ്കിൽ അത്ഭുതം വരത്തില്ലേ? അവരുടെ വീട്ടുകാരെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളെ പറ്റി പറയുന്നത്, അവരുടെ പേരും നാളും സഹിതം പറയുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരാളുടെ പേരും നാളും, അല്ലെങ്കിൽ അവരുടെ മരിച്ചുപോയ 3 തലമുറയ്ക്ക് മുന്നേ ഉള്ള ആളുകളുടെ പേരും നാളും വരെ പറയാൻ കഴിയുന്നത്? അതൊരു അത്ഭുതമല്ലേ? പക്ഷെ എന്നെ തന്നെ സ്വയം അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായി. ഞാൻ ഇതൊക്കെ ചുമ്മാ എനിക്ക് എങ്ങനെ സംഭവിക്കണമെന്ന് ഞാൻ തോന്നി പറയുന്നതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായൊരു സാധനം. കഴിഞ്ഞത് കാന്തല്ലൂരിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരമ്മയും ഒരു മകനും ഒരു അച്ഛനും കൂടെ വന്നു. അപ്പോൾ
നല്ല തേജസ്സുള്ളൊരു പയ്യനാണ്. അവരെല്ലാം നല്ല കുടുംബം, കണ്ടാലറിയാം, അവർക്ക് യാതൊരു വിഷയങ്ങളുമില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛനോട്, ആ ഇദ്ദേഹം ഡൈവോഴ്സാണല്ലേ ചോദിച്ചാൽ, ഇദ്ദേഹത്തിന് ഇങ്ങനൊരു കുട്ടിയുണ്ട്. അതുകൊണ്ട് ഈ കേൾക്കുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ സ്വകാര്യമായിട്ട് എൻ്റെ അടുത്ത് വന്നതാണ്, ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന പേരുള്ള ഇത്രയും പേരുള്ള തലമുറയിലെല്ലാം ഇങ്ങനെ തലമുറയായിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഗർഭത്തോടു കൂടി ഒരു സ്ത്രീ മരിച്ചു കിടന്നു, അവരുടെ പേര് ഇന്നതാണ്. അമ്മ സമ്മതിച്ചു. അതെ, ഈ ഇരിക്കുന്ന മകൻ വെള്ളത്തിലേക്ക് കിടക്കുമല്ലേ, വെള്ളമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എത്ര നേരം വേണമെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ കിടക്കും, കിടക്കും. എന്താ മനസ്സിലായോ? ആ വെള്ളത്തിൽ കിടന്ന സ്ത്രീ പുനർജനിച്ച ആ കുട്ടി പുനർജനിച്ചതാണ് ഈ കുട്ടി. വെള്ളത്തിൽ മരിച്ചു മടന്ന ആ ഗർഭാവസ്ഥയിലുണ്ടായിരുന്ന ആ കുടുംബത്തിലെ കുട്ടി പുനർജനിച്ചതാണ്. ഇപ്പം വെള്ളത്തിലേക്ക് കിടക്കും. ഞാനിപ്പോൾ പരിഹാരക്രിയയില്ല, അതിനകത്ത് ചെറിയൊരു സംഭവമുണ്ട്. ആ പൂർവ്വജന്മം ദർഭയിലുണ്ടാക്കി വേർപെടുത്തണം. ഇത് തന്ത്രമാന്ത്രികത്തിലെ നിഗൂഢമായൊരു സത്യമാണ്. എന്ന് വിചാരിച്ച് എൻ്റെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമില്ല. ഒരു പട്ടി കടിക്കുമ്പോൾ നമ്മൾ ഓടിയേ പറ്റൂ. ഇല്ലേ, ഒരുത്തൻ നമ്മളെക്കാൾ ആരെങ്കിലും ഒരുത്തൻ ഇടിക്കുമ്പോൾ നമ്മൾ കുനിച്ച് നിർത്തി നമ്മളെ ഇടിക്കും. അവിടെ മന്ത്രവും തന്ത്രവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഓടി രക്ഷപ്പെടാനേ പറ്റൂ. നമ്മൾ യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിക്കണം. അത് സംഭവിക്കുമെന്ന് സ്വാമിക്ക് മുൻകൂട്ടി തിരിച്ചറിഞ്ഞു. ഏത്